ശ്രീ പി സുമോദ്. സാർ, ഈ ലഹരി കടത്തിന് വിവിധ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. തീവണ്ടി, അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങൾ. സാർ, ലഹരി കടത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കടൽ വഴിയാണ് എന്ന് പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ഇത്തരമൊരു കൈമാറ്റം അവരുടെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. സാർ, കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വിശദമാക്കാം. മിനിസ്റ്റർ. സർ, കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയേണ്ടതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ദേശീയ ഏജൻസികൾക്കാണ്. കോസ്റ്റ് ഗാർഡ് പോലുള്ള ഏജൻസികൾ, അതുപോലെ നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പോലുള്ള ഏജൻസികൾ, അങ്ങനെയുള്ള ഏജൻസികൾക്കാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം. നമ്മൾ ഫലപ്രദമായിട്ടുള്ള നടപടികൾ നമുക്ക് നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15,000 കോടിയുടെ ലഹരി വേട്ട നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയതാണ്. ദേശീയ ഏജൻസി നടത്തിയ അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതി ഒരു ഇറാനിയൻ പൗരനായിരുന്നു. പക്ഷേ വിട്ടയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വിട്ടയക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത് വലിയ വാർത്തയുമായിരുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏജൻസികൾക്ക് കേരളത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടത്താനാവുക. അതേസമയം ഇവിടെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന തുമ്പ് പിന്തുടർന്നുകൊണ്ട് കേരളത്തിന് പുറത്തും നമ്മൾ എത്തിയിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അൻഡമാനിലേക്ക് പോയതും ആദ്യമായി അൻഡമാനിൽ ഒരു പുറത്തു നിന്നുള്ള ഏജൻസി എത്തിയത് കേരള എക്സൈസ് ആണ് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയതാണ്. 100 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ബങ്കറിൽ ഒളിപ്പിച്ചത്, അവിടെ തന്നെ നശിപ്പിച്ചത്. സർ, അടുത്ത കാലത്താണ്, കഴിഞ്ഞ മാസവും മറ്റുമാണ് കേരള പോലീസ് ഡൽഹി ഹരിയാന പോലീസിന്, ഇപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസാണ്, നമ്മുടെ ഗുർഗാവിൽ ചെന്ന് അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും ആ പ്രതികളെ അറസ്റ്റ് ചെയ്തതും. അതോടൊപ്പം തന്നെ നമ്മൾ ഹൈദരാബാദിൽ ചെന്ന്, തൃശ്ശൂർ ടൗൺ പോലീസ് ഹൈദരാബാദിൽ ചെന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ച രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും അതിൻ്റെ ഉടമയായ ശതകോടീശ്വരനെ അറസ്റ്റ് ചെയ്തതും നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലയിൽ ഇപ്പോൾ പ്രഭവ കേന്ദ്രങ്ങൾ ഉറവിടത്തിലെത്തുന്നില്ല എന്നുള്ള പരാതി പലരും ഉന്നയിക്കാറുണ്ട്. സർ, പ്രധാനപ്പെട്ട കാര്യം ഉറവിടം ഇവിടെയല്ല എന്നുള്ളതാണ്. ഉറവിടം കേരളത്തിന് പുറത്താണ്. ഉറവിടത്തിലെത്തുന്നതിന് കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രമായിട്ട് അതിന് പരിമിതികളുണ്ട്. മറ്റ് ഏജൻസികളുടെ കൂടി, കേന്ദ്ര ഏജൻസികളുടെ കൂടി ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഉറവിടം നമുക്ക് കണ്ടെത്താനും തകർക്കാനും കഴിയും. നമ്മൾ കണ്ടെത്താവുന്നതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതെല്ലാം.